കഥ പറയുമ്പോൾ എന്ന സിനിമ നാം മറന്നിട്ടുണ്ടാകില്ല. അതിലെ വ്യത്യസ്തനാം ബാലൻ എന്ന കഥാപാത്രത്തെയും. ഇവിടെ ഇതാ ഓസ്കാർ അവാർഡ് ജേതാവായ റസൂൽ പൂക്കുട്ടി പിന്നിട്ട 24 വർഷമായി ഒരാളെ തിരയുകയാണ്. പേര് സിറാജുദ്ദീൻ. അടുത്തിടെ അദ്ദേഹം കുവൈത്തിലെത്തി സിറാജുദ്ദീനെ കണ്ടു. ആ അപൂർവ പുനഃസമാഗമത്തെക്കുറിച്ചാണ് വീക്കെൻഡ് റിവ്യൂവിൽ ഇനി. ഞാൻ നിന്നെ ഓർക്കുമോ എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അതുണ്ടായിരുന്നു. നീ നല്ല തിരക്കിലായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ ഒന്നാമത് ഞാനത് ചെയ്യുന്നത് വലിയൊരു കാര്യമായിട്ട് നീ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. സിറാജിനെ അവസാനമായിട്ട് കാണുന്നത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോരുമ്പോഴാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോഴും ഇവൻ എൻ്റെ പോക്കറ്റിൽ കുറച്ച് പൈസ തിരികെ വെച്ചിട്ട് പറഞ്ഞു, നീ പോയി പഠിക്കുന്നു, നിനക്കിതൊന്നുമല്ലടാ പറ്റിയത്, നിനക്ക് സിനിമയോട് ഇത്രയധികം അഭിനിവേശം ഉണ്ടെങ്കിൽ നീ സിനിമ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞു എൻ്റെ പോക്കറ്റിൽ പൈസ തിരികെ ഉന്തിത്തള്ളി വിട്ട കൂട്ടുകാരിൽ ഒരാൾ പിന്നെ സിറാജും കൂടെ. ഇതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നീ ഇതൊരു വലിയൊരു കാര്യമായിട്ട് ഇതൊന്നും മനുഷ്യന്മാരെ ഓർത്ത് വെക്കുന്നതേ അല്ല. You have to be at the receiving end to understand. റസൂല് വന്നിട്ട് ഒന്നുകിൽ ഇന്നലെ ഞങ്ങൾ മിനിഞ്ഞാന്ന് തമ്മിലുള്ള മിനിഞ്ഞാന്ന് 4 കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പോൾ എന്നോട് റസൂൽ എന്താ ആദ്യം പറഞ്ഞതെന്നറിയോ? ഒന്നുകിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് ഐ നീഡ് ടു സ്പെൻഡ് വിത്ത് യു എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. ശരിക്കും എന്താ പറയുക, റസൂലിന് ഓസ്കാർ കിട്ടിയപ്പോൾ എന്ത് അനുഭവം ഉണ്ടായ ആ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. എനിക്കറിയാം ഇവിടെ എത്ര ആൾക്കാർ റസൂലിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് 1 മണിക്ക് എൻ്റെ അടുത്ത് എത്തിയിട്ട് 3:45 വരെ എൻ്റെ അടുത്തായിരുന്നു. വയസ്സായ 2 പേര് ഇങ്ങനെ കടപ്പുറത്ത് നീ നിൽക്കുക. ഞാൻ ചെയ്തതേ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ തേടി കണ്ടുപിടിച്ചു. എനിക്ക് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ തന്ന ഒരു സുഹൃത്തിനെ ഞാൻ തേടി കണ്ടുപിടിച്ചു. അതിന് 24 വർഷം എടുത്തു. ഓസ്കർ കിട്ടിക്കഴിഞ്ഞിട്ടും ഒരു 4-5 വർഷം എടുത്തു അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര റീയൂണിയനാണ് എനിക്ക് അവനെ കാണാമെന്നുള്ളത്. സിറാജിനെ എടാ കൂടാന്നൊക്കെ വിളിക്കുന്ന എനിക്കിപ്പോഴാണ് വിളിക്കാൻ പറ്റുന്നല്ലോ എന്നുള്ളത്. അതിനപ്പുറം ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. എന്നെ സംബന്ധിച്ച് അത് വളരെ പേഴ്സണലായിട്ട് സംഭവമാണ്. നിങ്ങളാണിത് ഭയങ്കര വിഷമാക്കിയത്. സിറാജ് ഇപ്പം അവിടെ നിന്ന് ആഹാരം കഴിക്കാൻ എന്നോട് പറയായിരുന്നു, എടാ നീ മുഖാന്തരം ഞാൻ മാറിപ്പോയിട്ടാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഫീസ് എടുക്കണം കേട്ടോ. പിരിയാന്ന് വെച്ചാൽ ഞാൻ ആദ്യം റസൂൽ അവിടെ നിന്ന് പൂനെയിൽ സീറ്റ് കിട്ടി അഡ്മിഷനായി അങ്ങോട്ട് പോവുകയും ആ സമയത്ത് തന്നെ ഞാൻ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. 1.5 കൊല്ലം കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. പിന്നെ റസൂലിനെ കുറിച്ച് അറിയുന്നത് ഓസ്കാറിൻ്റെ ഇതിനെക്കുറിച്ച് വാർത്ത അറിയുമ്പോഴാണ്. 1-2 എഴുത്തുണ്ടായിരുന്നു. ഓക്കെ. ഇൻ ബിറ്റ്വീൻ 1-2 ലെറ്ററുകൾ റസൂലിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മറുപടി വെച്ചിട്ടുണ്ട്. സിറാജുദ്ദീൻ, ശ്രാംബീകൽ ഹൗസ്, വാടനാപ്പള്ളി PO അല്ലേ? അതെ. അങ്ങനെ അതിനിടയ്ക്ക് ഒരു ജുവല്ലറിയുടെ പേരും കൂടി വാടാനപ്പള്ളിയിലുള്ള നമ്മളൊക്കെ കിടക്കുന്ന ജുവല്ലറിയുടെ പേരും കൂടി അത് അവന് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വന്ന ആളോട് ഇവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ജുവല്ലറിയിൽ പോയി അന്വേഷിച്ചാൽ അറിയാം. എനിക്കറിയാത്തതെന്ന് വെച്ചാൽ അതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്ത് എഴുതി കൊടുക്കുകയും ചെയ്തതല്ല. ഇതവൻ ഓർത്തെടുത്തതാണ് ശരിക്കും. അങ്ങനെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. റസൂൽ എൻ്റെ ഫോൺ നമ്പർ കണ്ടുപിടിക്കുന്നതിനായിട്ട് ബോംബെയിൽ നിന്ന് ആളെ വിട്ട് വാടാനപ്പള്ളി ഒരു വളരെ റിമോട്ട് ഏരിയയാണ് എൻ്റെ സ്ഥലം. അവിടെ ആളെ വിട്ട് അന്വേഷിച്ച് എൻ്റെ ഫോൺ നമ്പർ കണ്ടെത്തി എന്നെ വിളിച്ചു. ഞാനിവിടെ പോയിട്ടില്ല ജോലി ചെയ്യുന്ന എൻ്റെ നമ്പർ കണ്ടെത്തി വിളിച്ചു. എന്നിട്ട് അങ്ങനെ കണ്ടെത്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ ഫോൺ അറ്റൻഡ് ചെയ്തു. അതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ശ്രമം. അതല്ല എന്ത് ചെയ്യണം സത്യത്തിലൂടെ പറയാൻ പറ്റില്ല. സംഭവം എന്താ വെച്ചാൽ അത് വളരെ എക്സാക്ട്ലി അതാ പ്രശ്നമായത്. ഇമോഷണൽ ആയത് ഉണ്ടായിരുന്ന എല്ലാവരും അത് സ്ട്രൈക്ക് ചെയ്തു. സിനിമ എന്ന് പറയുന്നത് ഇതെല്ലാം ബന്ധങ്ങളാണ്.
ഈ ബന്ധങ്ങളാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങൾ എത്ര നല്ലൊരു ആർട്ടിസ്റ്റാണെന്നുള്ളത് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് ബന്ധങ്ങളാണ്. നിങ്ങൾ എത്ര ഏത് രീതിയിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത് നമ്മൾ സിനിമ ബിസിനസ് എന്താണെന്ന് പഠിച്ചിട്ടില്ല. അത് പഠിക്കുന്നത് പുറത്തിറങ്ങുമ്പോഴാണ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ പണം അല്ല വലുത്, പിന്നെ പ്രശസ്തിയല്ല വലുത്, അവാർഡുകളല്ല, ഇതൊന്നും അല്ല നമ്മൾ നിശ്ചയിക്കുന്ന മാനദണ്ഡം. നമ്മൾ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക, നമുക്കെന്ത് ചെയ്യാൻ കഴിയുന്നു, നമ്മളുടെ ആർട്ട് എന്താണ്, നമ്മളുടെ ശബ്ദം എന്താണ്, നമ്മുടെ ലാംഗ്വേജ് എന്താണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന ഒരു സ്കൂളിംഗ് എങ്ങനെയാണ്. അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളും അംഗീകാരങ്ങളും ഒന്നും ഞാൻ കൊതിച്ചതും ആഗ്രഹിച്ചതൊന്നുമല്ല. അതൊക്കെ എനിക്ക് വേണ്ടി വന്നുപെട്ട കാര്യങ്ങൾ. അത് മാർക്ക് ചെയ്യുന്നുള്ളതാണ്. ഉണ്ട്. സിറാജിനെ കണ്ടപ്പോൾ ഞാൻ പണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ വെക്കേഷൻ പോയിട്ട് വരുമ്പം, വെക്കേഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും ഹോസ്റ്റലിൽ വന്നു ചേരുന്ന ഒരു ദിവസമുണ്ട്. നാളെ ക്ലാസ് തുടങ്ങുന്നു, തലേ ദിവസം ഞങ്ങളെല്ലാം ഹോസ്റ്റലിൽ വന്ന് കൂടുന്നുണ്ട്, ഇടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. അതുപോലെ ഇന്നലെ അതിങ്ങനെ സിറാജ് വന്നത് രണ്ട് കൊച്ചു മക്കളുമായിട്ടാണ്. അപ്പോൾ ഞാൻ കരുതി സിറാജ് വിവാഹം കഴിച്ചിട്ട് വലിയ മക്കളൊക്കെ ഉണ്ടാവും. കാര്യം ആ കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും പിന്നെ ലാസ്റ്റായിട്ട് കല്യാണം കഴിച്ചത്. അപ്പോൾ എൻ്റെ മക്കൾ വളരെ ചെറുപ്പമാണ്. പക്ഷേ സിറാജിന് വളരെ രണ്ട് ചെറിയ കുട്ടികളാണ്. എൻ്റെ മക്കളുടെ അതിനേക്കാൾ താഴ്ന്ന കുട്ടികളാണ്. രണ്ട് മക്കളുമായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇക്കാര്യം ഞാൻ വിട്ടുപോയി. സിറാജിന് മക്കളുണ്ടാവുമല്ലോ, അവർക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കും, ഞാനൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള എനിക്ക് ഭയങ്കര പിന്നെ മോശമായി പോയി. വേഗം തേടും ലോകത്തിൻ കൂടെ മക്കളൊന്നും കാര്യം അറിയുന്നില്ല, ഡാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കില്ല. പിന്നെ ഇന്നലെ ഞാൻ സിറാജിന് വേണ്ടി മാറ്റി വെച്ചു. ഇന്നലെ പിന്നെ സിറാജിൻ്റെ വീട്ടിൽ പോയി വൈഫിനെ കണ്ടു, കുട്ടികളെ കണ്ടു. ഒരു ടേബിൾ നിറച്ച ആഹാരം ഉണ്ടാക്കി.